തൃശൂർ അരിയങ്ങാടിയിലെ പേട്ട ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളും തൊഴിലാളികളും ഡ്രൈവർമാരും സംയുക്ത സമരത്തിലേക്ക്. ചരക്ക് കയറ്റിറക്കുമതി പ്രതിസന്ധിയിൽ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മേയർ. വ്യാപാരികൾ പറയുന്നതനുസരിച്ച് നിലവിൽ പേട്ട ഫീസിന്റെ 8 ഇരട്ടിയിലധികമാണ് വർധന. കേവലം 60-80 രൂപ നൽകിയിരുന്ന വലിയ ചരക്ക് ലോറികൾക്ക് 650 രൂപയായി. കൂടാതെ ഫീസ് ഇല്ലാതിരുന്ന പെട്ടി ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയുമാക്കി. 50, 100, 200% അല്ല വർധനവ്. വെറും 80 രൂപ കൊടുത്തിരുന്ന അല്ലെങ്കിൽ 60 രൂപ കൊടുത്തിരുന്നിടത്ത് ഇപ്പോൾ അവർ 16 ചക്രമുള്ള വണ്ടിക്ക് 650 രൂപയാണ് ചോദിക്കുന്നത്. ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഒരു 10 പൈസ കൊടുത്തിരുന്നില്ല. പെട്ടി ഓട്ടോറിക്ഷ ഈ അരിയങ്ങാടിയിൽ വരണമെങ്കിൽ 30 രൂപ വെച്ചപ്പോൾ അവർ പെട്ടി ഓട്ടോറിക്ഷക്കാരെ ഇത് പിരിക്കുന്നത്. ഇത് കോർപ്പറേഷൻ്റെ റോഡ് മാത്രം കോർപ്പറേഷനിലുള്ളൂ. ബിൽഡിങ്ങുകൾ കൂടാൻ ടൈറ്റ് വയ്ക്കുന്നില്ല. എല്ലാ വാഹനങ്ങളും പോകുന്ന വഴിയാണ്. പിന്നെ ഇതിനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 600 ചാക്ക് കയറ്റി 16 ചക്രം വണ്ടി വരുന്നത് 50 ചാക്ക് ഇറക്കിയാലും 650 രൂപ. ഇതിനു പുറമെ ശക്തൻ മാർക്കറ്റിൽ ഫീസ് നൽകിയ വാഹനങ്ങൾക്ക് വീണ്ടും അരിയങ്ങാടിയിലും ഫീസ് ഈടാക്കുന്നു. ശക്തൻ പേട്ടയാണ്. അവിടെ ഒരു പിരിവ് കൊടുത്തിട്ട് അതേ ലോറി തന്നെ ഇവിടെ അങ്ങാടിയിൽ വന്നിട്ട് 25-30 ചാക്ക് ഇറക്കാൻ വന്നാൽ വീണ്ടും ചോദിക്കുന്നത് 650 രൂപയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവർ തോന്നിയമാതിരി പേട്ടകാശ് പിരിച്ചാൽ അടുത്ത ലോഡ് വരുമ്പോൾ ഇവിടെ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞാൽ വാടകയും എടുക്കില്ല. അനധികൃതമായ പേട്ടകാശ് കൊടുത്തിട്ട് ഒരു ചരക്കും കടകളിൽ ഇറക്കാൻ തയ്യാറല്ല. പുതിയ നിരക്ക് ഏപ്രിൽ മുതൽ ഈടാക്കാൻ ശ്രമിച്ചെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധവും കേസുമായതോടെ നിർത്തിവെച്ചു. ഈ പിരിവാണ് പോലീസ് സംരക്ഷണയോടെ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഫീസ് പിരിക്കാൻ കരാർ ജീവനക്കാർ എത്തിയതോടെ തർക്കമായി. ഫീസ് നൽകാൻ വാഹന തൊഴിലാളികൾ തയ്യാറായില്ല. 30 കൊല്ലമായി ഞങ്ങൾ ഇവിടെ ഈ പേട്ടയിൽ ഓടി തുടങ്ങിയിട്ട് മനസ്സിലായി. ചെറിയ ചെറിയ പണികളാണ് ഇവ ഓടാൻ വരുന്നത്. അതിന് ദിവസേന 30 രൂപ കൊടുക്കുക. ആ പേട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാശ് വേറെ കൊടുക്കുക. എന്താ നിങ്ങൾക്ക് ജീവിച്ചു പോകണ്ടേ? തൊഴിൽ തന്നെ എടുക്കാൻ വയ്യാണ്ട് തുടങ്ങി. ഇതോടെ അങ്ങാടിയിലെ ചരക്ക് നീക്കം ഭാഗികമായി സ്തംഭിച്ചു. തുടർന്ന് വ്യാപാരി തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ മേയർ MK വർഗീസിനെ കണ്ട് വിഷയം ധരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2-3 തവണ CAയുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് ഈ സാധനം 120 രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷെ നമ്മുടെ മേയർ പറയുന്നത് ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന്. ആള് കൈയൊഴിഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ ജീവിക്കണം. ഞങ്ങളിവിടെ ഒരു ജീവിക്കാനായിട്ട് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് ഒരു പണിയില്ലാത്തൊരവസ്ഥ. ഇതിലൊരു മാറ്റം വരുത്താനായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. പുതുക്കിയ നിരക്ക് വർധനയുമായി മുന്നോട്ട് പോകുമെന്നും കാലങ്ങളായി ഫീസ് വർധന നടത്തിയിട്ടില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ സർക്കാരിനെയോ കോടതിയെയോ സമീപിക്കാമെന്നും മേയർ പറഞ്ഞു. അതേസമയം നേരിയ ഫീസ് വർധനവ് അംഗീകരിക്കാമെങ്കിലും കുത്തനെയുള്ള വർധനവ് പിൻവലിക്കണമെന്ന നിലപാടിലാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ. ഇതിനെതിരെ കടകൾ അടച്ചും മറ്റുമുള്ള ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വ്യാപാരികളും തൊഴിലാളികളും. ഇത് തൃശൂർ നഗരത്തിലെ വ്യാപാര മേഖലയെ സാരമായി തന്നെ ബാധിച്ചേക്കാം. TCV തൃശൂർ.